أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് 7ാം ക്ലാസ്സുകാരെ നിങ്ങളുടെ വിശേഷം? ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടോ? സുഖം, അൽഹംദുലില്ലാ. കഴിഞ്ഞ ക്ലാസ് പാഠഭാഗമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്തത്? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ചർച്ച ചെയ്തത് എന്ന് ഓർമ്മയുണ്ടോ? എന്താണ്? ഇസ്ലാമിക ഭരണകൂടങ്ങൾ അല്ലേ? ഇസ്ലാമിക ഭരണകൂടത്തെക്കുറിച്ചാണ്. ഇസ്ലാമിക ഭരണകൂടത്തിൽ ഒന്നാമത്തെ ഭരണം ഏതാ? ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകൂടം അല്ലേ? അതിൽ ആരൊക്കെയാണ് ഭരിച്ചത്? ആരൊക്കെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെയോ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെയോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അല്ലേ? ഒന്നാം ഭരണത്തിൽ ഭരിച്ചത്. ഇവരുടെ ഭരണവർഷക്കാലം അറിയോ? മറന്നുപോയോ? ഏതാ? ഹിജ്റ 11 മുതൽ 40 വരെയായിരുന്നു അല്ലേ? എന്തായിരുന്നു തലസ്ഥാനം? ഏതായിരുന്നു അവരുടെ തലസ്ഥാനം? ഏതായിരുന്നു അവരുടെ ഭരണത്തിൻ്റെ തലസ്ഥാനം? മദീന അല്ലേ? ഏതാണ് തലസ്ഥാനം? മദീന. അൽഹംദുലില്ലാ. പിന്നെ എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്? കൂഫയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആര്? അലി റളിയല്ലാഹു അൻഹു അല്ലേ? അലി റളിയല്ലാഹു അൻഹു എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്? കൂഫയിലോട്ട് തലസ്ഥാനം മാറ്റിയിട്ടുണ്ട്. എന്നാണെന്നറിയോ? കൂഫയിലേക്ക് മാറ്റിയ വർഷം അറിയോ? ഏതാ വർഷം? ഹിജ്റ 36. അപ്പം ഒന്നാമത്തെ ഭരണം ഇപ്പോഴും നിങ്ങളെ ഓർമ്മയിലുണ്ട്. അൽഹംദുലില്ലാ. ഇനി രണ്ടാമത്തെ ഭരണഘട്ടം ഓർമ്മയുണ്ടോ? ഭരണം ഏതാണെന്നറിയോ? ഏതാ? അമവിയ ഭരണം അല്ലേ? ഏതാണ്? അമവിയ ഭരണം. എന്നാ തുടങ്ങിയത്? 41. ഏത് വരെ? 132 വരെ അല്ലേ? അൽഹംദുലില്ലാ. അപ്പം ഓർമ്മയിലുണ്ട്. അതിൽ മൊത്തം എത്ര പേരുണ്ടായിരുന്നു ഖലീഫയായിട്ട്? ഖലീഫമാർ എത്ര പേരുണ്ട് രണ്ടാം ഘട്ടത്തിൽ? രണ്ടാം ഭരണകൂടത്തിൽ എത്ര ഖലീഫമാരുണ്ട്? 14 പേര്. അതിൽ പ്രധാനികളെ പേരൊക്കെ അറിയോ? 3 പ്രധാനികളുണ്ട്. ഓർമ്മയിലുണ്ടോ? ആരൊക്കെയാണ്? മുആവിയ ബിനു അബി സുഫിയാൻ അല്ലേ? അതാണ് അതിലെ ഒന്നാമത്തെ പ്രധാനി. രണ്ടാമത്തതോ? ഉമർ ബിനു അബ്ദുൽ അസീസ് അല്ലേ? മാഷാ അല്ലാഹ്. മൂന്നാമത്തതോ? അബ്ദുൽ മാലിക് ബിനു മർവാൻ. അൽഹംദുലില്ലാ. അപ്പോൾ ഈ 3 പേരാണ് രണ്ടാം ഘട്ടത്തിലെ പ്രധാനികൾ. അവരുടെ തലസ്ഥാനം ഓർമ്മയുണ്ടോ? അവരുടെ തലസ്ഥാനം ഓർമ്മയുണ്ടോ? ഏതാ? ഡമസ്കസ് അല്ലേ? ഡമസ്കസ്. അവർ ഏത് കുടുംബ അംഗങ്ങളായിരുന്നു? ബനു ഉമയ്യ കുടുംബാംഗങ്ങളായതുകൊണ്ടാണ് അവർക്ക് അമവിയ എന്ന് പേര് വരാനുള്ള കാരണം.
മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ പാഠഭാഗമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ എത്ര ഭരണകൂടമാണ് പറഞ്ഞത്? ഇസ്ലാമിക ഭരണകൂടങ്ങൾ എത്രണ്ണമാണ് പറഞ്ഞത്? 4 അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ചർച്ച ചെയ്തത്. ഇനി എത്ര ഉണ്ട്? ഇനി 2 അവശേഷിക്കുന്നു അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പം മൂന്നാമത്തെ ഭരണകൂടം ഏതാ? അബ്ബാസിയ ഭരണകൂടം. അൽ ഖിലാഫത്തുൽ അബ്ബാസിയ ഭരണകൂടം. ഈ അബ്ബാസിയ ഭരണകൂടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാം അത് ഏത് കുടുംബ പരമ്പരയിലുള്ളവരാണ്? ഏതാ? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിലുള്ളവർ, അവരാണ് 3-ാം ഘട്ടത്തിലെ 3-ാം ഇസ്ലാമിക ഭരണകൂടം ഭരിച്ചവർ അല്ലേ? അവർ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിലുള്ളവരാണെന്ന് പറഞ്ഞു. അവരുടെ ഭരണവർഷം എന്നാ തുടങ്ങുന്നത്? എന്നാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ആ ഭരണത്തിൽ തന്നെ, അവസാനം പറഞ്ഞു വെച്ച ആ ഭരണത്തിൽ തന്നെ ഇവർ തുടങ്ങുന്നത്. ഏതിലാണ് അവസാനിച്ചത്? അവർ 132 അവർ അവസാനിപ്പിച്ചത്. അതിൽ തന്നെയാണ് ഇവർ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ 132 തന്നെയാണ് അവരുടെ ഭരണവർഷം തുടങ്ങുന്നത്. ആരുടെ? അബ്ബാസിയ ഭരണവർഷം തുടങ്ങുന്നത് ഇല്ലേ? ഇതിൽ അത് ഭരണവർഷം ഏതുവരെയാണ്? ഒരുപാടുണ്ട്. 656 വരെയാണ് അവരെന്ത് ചെയ്തത്? ഭരണം നടത്തിയത്. ഏതാ വർഷം? 656 വരെയാണ് ഹിജ്റ 656 വരെയാണ് അവരുടെ ഭരണവർഷകാലം. ഓർമ്മയിലില്ലേ? 132 മുതൽ 656 വരെയാണ് അബ്ബാസിയ ഭരണകാലഘട്ടം. അവർ ആരുടെ കുടുംബ പരമ്പരയിലുള്ളവരാന്ന് പറഞ്ഞു? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവരുടെ കുടുംബ പരമ്പരയിൽ ഉള്ളവരാണ് ആര്? അബ്ബാസിയ ഖലീഫമാർ. മനസ്സിലായില്ലേ? അവർ പിന്നെയും 656 ശേഷം അവർ വീണ്ടും ഭരണം നടത്തി. നടത്തിയിട്ടുണ്ട്. അവരുടെ ഭരണം എവിടെ തുടർച്ചയായിട്ട് പോയിട്ടുണ്ട്? അവർ ഈജിപ്തിൽ തന്നെ അവരുടെ അധികാരം വീണ്ടും തുടർന്ന് പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഏതൊക്കെ പഠിച്ചു? ഒന്നാമത്തത് അൽ ഖിലാഫത്തുർ റാഷിദ, 2 അൽ ഖിലാഫത്തുൽ അമവിയ അബ്ബാസിയ അല്ലേ? 3 പഠിച്ചു. ഇനി അവസാനം ഒന്നും കൂടെയുണ്ട്. അവസാനം ഭരണകൂടത്തിലേക്ക് കടക്കട്ടെ. ഏതാ? ഉസ്മാനിയ ഭരണം. അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ. അതാണ് 4ാമത്തെ ഭരണകൂടം. ഇസ്ലാമിലെ ഭരണകൂടം 4ാമത്തേത് ഏതാണ്? ഉസ്മാനിയ ഭരണകാലഘട്ടം. അവരുടെ ഭരണം തുടങ്ങുന്നത് ഹിജ്റ 699 എന്നാണ്. ഹിജ്റ 699 മുതലാണ്. എന്നാൽ അവസാനിക്കുന്നത് 1342 വരെയാണ് അവരുടെ ഭരണവർഷക്കാലം. അവരുടെ ഭരണവർഷക്കാലം ഏതാണ്? 1342 വരെയാണ് അവരുടെ ഭരണവർഷക്കാലം. ഇത് ആരുടെ വംശ പരമ്പരയാണെന്നറിയോ? തുർക്കി വംശജരായ ഖലീഫമാരാണ് ഏത് ഭരണം നടത്തിയത്? ഉസ്മാനിയ ഭരണം നടത്തിയിരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇവരുടെ ഭരണകാലം ഏതാവും? ഹിജ്റ 699 മുതൽ 1342 വരെയാണ് ഉസ്മാനിയ ഭരണകാലഘട്ടം. ഇത്രയാണ് 4 ഘട്ടം നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? ഒന്നേതാ? അൽ ഖിലാഫത്തുർ റാഷിദ അല്ലേ? ഖുലഫാഉർ റാഷിദീങ്ങൾ. പിന്നെയോ 2 അമവിയ അല്ലേ? അൽ ഖിലാഫത്തുൽ അമവിയ. ഏതാ? 132ാമത്തെ ഘട്ടം
അൽ ഖിലാഫത്തുൽ അമവിയ എന്നാ തുടങ്ങുന്നത്? ഹിജ്റ 41 മുതൽ 132 വരെ അല്ലേ. മൂന്നാമത്തതോ അൽ ഖിലാഫത്തുൽ അബ്ബാസിയ, അബ്ബാസിയ ഭരണകാലഘട്ടം എന്നാ തുടങ്ങുന്നത്? 132 മുതൽ തന്നെ. എന്നാ അവസാനിക്കുന്നത്? 656 എന്ത് ചെയ്യുന്നത്? അവരുടെ ഭരണം അവസാനിക്കുന്നത് അല്ലേ. പിന്നെ നാലാമത്തതോ? നാലാമത്തെ ഭരണം അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ, ഉസ്മാനി ഭരണകാലഘട്ടം. അവരുടെ ഭരണം തുടങ്ങുന്നതോ ഏതാ? 699. ഏത്? ഹിജ്റ 699 അവരുടെ ഭരണവർഷക്കാലം തുടങ്ങുന്നത്. എന്നാ അവസാനിക്കുന്നത്? 1342 അല്ലേ. ഈ 4 ഭരണകൂടത്തിൻ്റെയും പുറമെ ചെറിയ ചെറിയ ഭരണകൂടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. അത്ര പ്രസിദ്ധമല്ലെങ്കിലും ചെറിയ ചെറിയ ഭരണകൂടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് അത്? അയ്യൂബിയ, പിന്നെ ഫാത്തിമിയ, അതേപോലെ തന്നെ സൽജൂഖിയ, ഉഖ്ഷൈദിയ, തോലൂനിയ, ഇങ്ങനെ ചെറിയ 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 ഭരണകൂടങ്ങളൊക്കെ എന്തിന് ശേഷം വന്നിട്ടുണ്ട്? ഈ 4 ഭരണകൂടത്തിൻ്റെ ശേഷം വന്നിട്ടുണ്ട്. അതൊന്നും അത്ര പ്രസിദ്ധമല്ല. ഈ 4 ഭരണകൂടങ്ങളും എന്താണ്? വളരെയധികം പ്രസിദ്ധമായ ഭരണകാലഘട്ടമാണ്. അതിലുള്ള ഭരണാധികാരികളും പ്രസിദ്ധമാണ് അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അല്ലേ. അപ്പം അവസാനത്തെ 2 ഭരണകൂടങ്ങളും ഇപ്പം ഓർമ്മയിലുണ്ട്. മൊത്തം എത്രണ്ണം ഇസ്ലാമിക ഭരണകൂടം? 4 അല്ലേ. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളെ ഓർമ്മയിലുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? ആ ഭാഗം ഒന്ന് വായിക്കാം. മൂന്നാമത്തെ ഘട്ടം അബ്ബാസിയ ഖിലാഫത്തിൻ്റെ ഘട്ടമാണ് അല്ലേ. മൂന്നാമത്തെ ഘട്ടം ഏതാണ്? അബ്ബാസിയ ഘട്ടം. ഹിജ്റ 132 മുതൽ 656 വരെയാണ് ഇവരുടെ കാലം അല്ലേ. 132 മുതൽ 656 വരെയാണ് ആരുടെ കാലം? അബ്ബാസിയ ഭരണകാലം. എന്നാൽ ഈജിപ്തിൽ അവരുടെ അധികാരം പിന്നെയും തുടർന്നു. അതിനുശേഷം അവർ ഈ ഈജിപ്തിൽ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അധികാരം തുടർന്നു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലുള്ളവരാണ് അബ്ബാസിയ ഖലീഫമാർ അല്ലേ. ആരുടെ പരമ്പരയിലുള്ളവരാണ്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആരുടെ പിതൃവ്യനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിലുള്ളവരാണ് ഏത് ഖലീഫമാർ? അബ്ബാസിയ ഭരണം നടത്തിയ ഖലീഫമാർ. ഏത് വംശജരാ? തുർക്കി വംശജരാണ് എന്ത് ഈ ഭരണത്തിലെ ഖലീഫമാർ. ഈ 4നും പുറമെ അല്ലേ, ഈ 4 ഭരണകൂടത്തിനും പുറമെ അയ്യൂബിയ, ഫാത്തിമിയ, സൽജൂഖിയ, ഉഖ്ഷൈദിയ, തോലൂനിയ അല്ലേ, ഇങ്ങനെ ചെറിയ എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണകൂടങ്ങൾ വന്നിട്ടുണ്ട്. ഈ 4 ഭരണകൂടത്തിന് ശേഷം മുതലായ ചെറുതും വലുതുമായ പല ഖിലാഫത്തുകളും ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഈ 4 ഭരണകൂടത്തിന് പുറമെ കുറച്ച് ഭരണകൂടങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഖിലാഫത്തായിട്ട് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതാണ് ഈ പാഠഭാഗത്തിൽ എന്ത് ചെയ്തത്? സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മൊത്തത്തിലൊരു കാഴ്ചപ്പാട് കിട്ടിയില്ലേ ഈ പാഠഭാഗത്തിൽ? അല്ലേ, ഇസ്ലാമിക ഭരണകൂടം ഇനി ഏത് ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർന്ന് വിളിച്ച് ചോദിച്ചാലും മനസ്സിലാവില്ലേ? മനസ്സിലാവുക? മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ഭരണഘട്ടം ഏതാ? അൽ ഖിലാഫത്തുർ റാഷിദ. എന്നാ തുടങ്ങുന്നത്? ഹിജ്റ 11 മുതൽ ഏത് വരെയാണ്? ഹിജ്റ 40 വരെ അല്ലേ. ആരൊക്കെയായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഈ 4 പേരാണ് അല്ലേ ഒന്നാം ഘട്ടത്തിൽ ഭരണം നടത്തിയത്. അവരുടെ തലസ്ഥാനം ഏതായിരുന്നു? മദീന. എങ്ങോട്ട് മാറ്റി? കൂഫയിലോട്ട് മാറ്റി അല്ലേ. ഏത് വർഷത്തിലാണ് കൂഫയിലോട്ട് മാറ്റിയത്? 36. ഇനി രണ്ടാമത്തെ ഭരണം ഏതാ? അമവിയ ഭരണം അല്ലേ. എന്നാ തുടങ്ങുന്നത്? ഹിജ്റ
41 ഏത് വരെ 132 വരെ അല്ലേ? എത്ര ഖലീഫമാരുണ്ട് മൊത്തത്തിൽ രണ്ടാമത്തെ ഭരണകാലഘട്ടത്തിൽ? 14 പേര്. അതിൽ 3 പേര് അല്ലേ? 3 പേരെ ഓർമ്മയില്ലേ? മുആവിയത്ത് ബിനു അബി സുഫിയാൻ, പിന്നെയോ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, പിന്നെയോ അബ്ദുൽ മാലിക് ബിനു മർവാൻ. ഈ 3 പേരാണ് രണ്ടാമത്തെ ഘട്ടത്തിലെ പ്രധാനികൾ അല്ലേ? അവരുടെ തലസ്ഥാനം ഓർമ്മ ഉണ്ടോ? ഏതാ? ഡമസ്കസ് അല്ലേ? ഡമസ്കസ് ആയിരുന്നു അവരുടെ തലസ്ഥാനം. അപ്പം ഇന്ന് ഏത് ഭരണമാണ് നമ്മൾ പഠിച്ചത്? മൂന്നാമത്തേതായിട്ട് അബ്ബാസിയ ഭരണകാലഘട്ടം അല്ലേ? എന്നാ തുടങ്ങുന്നത്? ഹിജ്റ 132 എന്നാണ്? ഹിജ്റ 132 അല്ലേ? ഏതുവരെ? 656 വരെ. ഏത് വംശപരമ്പരയാണ്? അബ്ബാസിയ പരമ്പരയിലുള്ളത് കൊണ്ടാണ് അവർക്ക് അബ്ബാസിയ ഭരണകൂടം എന്ന് പറഞ്ഞത് അല്ലേ? ഖലീഫമാർ ഏത് പരമ്പരയിലുള്ളവരാണ്? അബ്ബാസിയ പരമ്പരയിലുള്ളവരാണ്. പിന്നെ നാലാമത്തതോ ഏതാ? ഉസ്മാനിയ അല്ലേ? ഉസ്മാനിയ ഭരണം എന്നാ തുടങ്ങുന്നത്? ഹിജ്റ 699 ഏതുവരെ? ഹിജ്റ 1342 വരെയാണ് അവരുടെ ഭരണവർഷക്കാലം അല്ലേ? മാഷാ അല്ലാഹ്. ഇതിന് പുറമെ കുറച്ച് ചെറിയ ഭരണകൂടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? അയ്യൂബിയ, ഫാത്തിമിയ, സെൽജുഖിയ, ഉഷൈദിയ, തൂലൂനിയ അല്ലേ? ഇങ്ങനത്തെ ഭരണകൂടങ്ങളും ഈ 4 പ്രധാന ഭരണകൂടത്തിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഭരിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത തെദരീബാത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തെദരീബാത്തിലോട്ട് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ തെദരീബാത്തിലോട്ട് കടക്കല്ലേ? നിങ്ങൾ പാഠം നോക്കാതെ തന്നെ ഉത്തരം പറയാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാലും ഒന്ന് നോക്കിക്കോളൂ ഇൻഷാ അല്ലാഹ്. ഖലീഫമാർ എങ്ങനെയാണ് ഖലീഫമാരെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തിരുന്നത്? എങ്ങനെയാണ്? റസൂലിൻ്റെ വഫാത്തിന് ശേഷം മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടി അവർക്ക് വേണ്ട ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയല്ലേ ഖലീഫമാരെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ? മാഷാ അല്ലാഹ്. 2 ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു? നമ്മൾ വായിച്ചത് ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിനിധി അല്ലേ? പിന്നെ മൂന്നാമത്തത് ഇസ്ലാമിക ഭരണാധികാരികളെ ഖലീഫമാർ എന്നു പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഖലീഫമാർ എന്ന് പറയപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിനിധി എന്ന നിലയിലാണ് എന്ത് ചെയ്യുന്നത്? അവർ ഭരണം നടത്തുന്നത്. അതുകൊണ്ടാണ് അവരെ ഖലീഫമാർ എന്ന് വിളിക്കുന്നത്. പിന്നെയോ 4 ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ എത്രയാണ്? 4. ഏതൊക്കെയാണ്? അറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇൻഷാ അല്ലാഹ്. 5 അൽ ഖിലാഫത്തുർ റാഷിദയിലെ ഭരണാധികാരികൾ ആരെല്ലാം? ഞാൻ പറയണോ? വേണ്ടല്ലോ. 1ാമത്തെ ഭരണകൂടത്തിലെ ആരൊക്കെയാണ് പ്രധാനികളെന്ന് നിങ്ങൾക്ക് അറിയാം. അത് ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. 6 അമവിയ്യ ഭരണത്തിൻ്റെ കാലം ഏത്? സുഖം അല്ലേ? 2ാം ഭരണകാലഘട്ടത്തിൻ്റെ കാലം ചോദിക്കുന്നത് അല്ലേ? സുഖസുന്ദരായിട്ട് പറയാൻ കഴിയും. 7 അമവിയ്യ ഖിലാഫത്തിലെ പ്രധാന ഭരണാധികാരികൾ ആരെല്ലാം? പഠിച്ചതല്ലേ? 2ാം അമവിയ്യ ഭരണകാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു 14 പേരുണ്ട് എന്ന് പറഞ്ഞു. അതിൽ 3 പ്രധാനികളെയാണ് നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞത് അല്ലേ? മുആവിയത്ത് ബിനു അബി സുഫിയാൻ, പിന്നെ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, 3ാമത്തത് അബ്ദുൽ മാലിക് ബിൻ മർവാൻ അല്ലേ? ഈ 3 പേരെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി 8 ഇവർ അമവികൾ എന്ന് വിളിക്കുവാൻ കാരണം എന്താ ഇവർക്ക് അമവികൾ എന്ന് വിളിക്കാനുള്ള കാരണം? ബനു ഉമയ്യ കുടുംബത്തിൽ പെട്ടവരായതുകൊണ്ടാണ് ഇവർക്ക് എന്ത് എന്ന് പറയപ്പെടുന്നത്? അമവികൾ എന്ന് പറയപ്പെടുന്നത് അല്ലേ? പിന്നെ അമവികളുടെ തലസ്ഥാനം ഏതാ? നല്ല കേൾക്കാൻ നല്ല രസമുള്ള പേരായിരുന്നു. ഡമസ്കസ് അല്ലേ? ഇൻഷാ അല്ലാഹ്. 10
അബ്ബാസികൾ ആരുടെ വംശപരമ്പരയാണ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ആരാ? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലുള്ളവരാണ് അബ്ബാസികൾ അല്ലേ? ഇൻഷാ അല്ലാഹ്. 12 ഉസ്മാനിയ ഖലീഫമാർ ഏത് വംശജരായിരുന്നു? ഏത് വംശ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഉസ്മാനിയ ഭരണം നടത്തിയത്? തുർക്കി വംശജരായ ഖലീഫമാരായിരുന്നു അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇത്രയാണ് അതിലെ തദ്രീബാത്തിലെ പ്രധാന വിഷയം. അടുത്തത് പട്ടിക പൂർത്തിയാക്കാനുണ്ട്. അത് നിങ്ങൾ സ്വയം പൂർത്തിയാക്കണം. അത് നിങ്ങൾ സ്വയം പൂർത്തിയാക്കി നിങ്ങളെ ഉസ്താദിന് ഇതിലെല്ലാം ചോദ്യത്തിലൊക്കെ എഴുതിയിട്ട് പ്രധാനപ്പെട്ട ആ കള്ളികളെ ഒന്ന് പൂരിപ്പിച്ച് നിങ്ങൾ ഉസ്താദിന് അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.